പാലാ നഗരസഭ ചെയർമാൻ രാജിവെക്കാത്തതിനെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത. രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് അംഗങ്ങളും പാർട്ടി മണ്ഡലം പ്രസിഡന്റും ചേർന്ന് ചെയർമാന് കത്ത് നൽകി. സ്വതന്ത്ര അംഗത്തിന് പിന്തുണയോടെ UDF കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെടുത്തിയ ശേഷം രാജിവെക്കാമെന്നാണ് ചെയർമാൻ ഷാജു തുരുത്തിന്റെ നിലപാട്. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാത്ത പാലാ നഗരസഭയിൽ ചെയർമാന്റെ രാജിയെ ചൊല്ലിയാണ് പുതിയ വിവാദം. മുൻ ധാരണ പ്രകാരം സ്ഥാനമൊഴിയാൻ ചെയർമാൻ ഷാജു വി തുരുത്തൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കേരള കോൺഗ്രസ് എമ്മിൽ അഭിപ്രായ ഭിന്നത മറനീക്കി. ധാരണ പാലിക്കാൻ തയ്യാറാകണമെന്ന് പാർട്ടി നേതൃത്വം അന്ത്യശാസനം നൽകി. ചെയർമാന് രേഖാമൂലം കത്തും മണ്ഡലം പ്രസിഡന്റ് കൈമാറി. പാർട്ടി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത കരാർ അനുസരിക്കുക എന്ന് തീർച്ചയായിട്ടും സീനിയറായ ഷാജു വി തുരുത്തിനും അതിന് ബാധ്യസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം അത് 3-ാം തീയതി രാജിവെച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പലവിധ തർക്കങ്ങളും ഒക്കെ വരുന്നു. പാർട്ടിയിൽ അനൈക്യമുണ്ട്, അതായത് ഒരു അനൈക്യമില്ല, ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ. 3 പതിറ്റാണ്ടോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. തനിക്ക് കിട്ടിയ ചെയർമാൻ സ്ഥാനം 1 വർഷമാക്കി വെട്ടിച്ചുരുക്കിയതിനു പിന്നിൽ പാർട്ടിയിലെ ചിലരാണെന്ന് ഷാജു വി തുരുത്തൽ തുറന്നടിച്ചു. 29 വർഷം ഞാൻ മുനിസിപ്പൽ കൗൺസിലറായിട്ട് പാർട്ടിയെ സഹിച്ചു. എൻ്റെ ഭാര്യയും 25 വർഷം. അപ്പോൾ ഞങ്ങളോട് കൊണ്ട് ചതി ചെയ്യരുതായിരുന്നു. ചതി ചെയ്ത് പാർട്ടിയുടെ നേതാക്കന്മാരെ ഞാൻ പറയാം. അതിൻ്റെ അകത്ത് നിന്നവർ കളിച്ചു. പാർട്ടി നേതാക്കന്മാർക്ക് മിണ്ടത്തില്ലാത്തൊരു സ്ഥിതിയായി. അവിശ്വാസത്തിന് ശേഷം രാജി ഉണ്ടായില്ലെങ്കിൽ മറ്റൊരു അവിശ്വാസത്തിന് സമയമില്ല. അതിനാൽ UDF പിന്തുണയോടെ വന്ന അവിശ്വാസത്തെ തള്ളാനും കൊള്ളാനും വയ്യാത്ത പ്രതിസന്ധിയിലാണ് കേരള കോൺഗ്രസ്. 26 അംഗ കൗൺസിലിൽ അവിശ്വാസം പാസ്സാകാൻ 14 പേരുടെ പിന്തുണ വേണം. CPM പുറത്താക്കിയ ബിനു പുളിക്കക്കണ്ടം അവിശ്വാസത്തെ പിന്തുണച്ചേക്കും. മറ്റു സ്വതന്ത്ര കൗൺസിലർമാരുടെ നിലപാടും നിർണായകമാണ്. മീഡിയ 1 കോട്ടയം.